Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻകാർക്ക് ഭയങ്കര സന്തോഷമാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ എന്നോടല്ല ശരിക്കും പറഞ്ഞാൽ ഇന്ന് നന്ദി പറയേണ്ടത് കേട്ടോ. അത് ഇന്ന് മസ്റ്റായിട്ട് ഫോഴ്സ്ഫുള്ളായിട്ട് ഞാനൊരു വെജിറ്റേറിയൻ ചെയ്യുന്ന കാര്യം ഒരാളുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് മാത്രമല്ല, നമുക്കിന്ന് വരാൻ പോകുന്ന ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റും വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യുന്നത്, ഇന്ന് ഞാൻ വെജിറ്റേറിയൻ ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അതുകൊണ്ട് നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് അവരുടെ ഹിന്ദിയിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പേര് പറയുന്നത്. ഇതിൻ്റെ പേര് എന്നാന്ന് വെച്ചാൽ ബേഗൺ ഭർത്ത. ബേഗൺ മീൻസ് അത് ഈ കത്തിരിക്കായ്ക്ക് പറയുന്ന ഹിന്ദിയിൽ ബേഗൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചുട്ടെടുത്തിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. പക്ഷേ ഇതിനകത്ത് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മസാലകളെല്ലാം ചേർക്കും. ഇതിനകത്ത് ഒരു ചെറിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ, നമ്മുടെ ഈ കത്തിരിക്ക ചുടണം എന്ന് പറയുമ്പം അടുപ്പുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൽ ചുട്ടെടുക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ ഓവണിനകത്ത് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇത് ഏതാന്നേലും പ്രശ്നമില്ല. പക്ഷേ നമുക്ക് സംഭവം ചുട്ടെടുക്കണം. ചുട്ടെടുത്താൽ മാത്രം പോരാ, ബാക്കി ചേരുവകൾ അറിഞ്ഞാലല്ലേ ആ കറി എന്നാ പോലെ വെക്കേണ്ടതെന്ന് അറിയത്തുള്ളൂ. അപ്പം നോക്കിക്കോളൂ, ഇവിടെ ഞാൻ വാങ്ങിയേക്കുന്ന വലിയ കത്തിരിക്കായില്ലേ, അതാ മേടിച്ചേക്കുന്നേ. കുറച്ച് സവാള വേണം, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതാന്നു, കുറച്ച് പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ടൊമാറ്റോ, മല്ലിയില, ഏലക്ക പൊടിച്ചത്, പിന്നെ കുറച്ച് ഉപ്പ്. ഇതിന് വേണ്ടിയത് നമുക്ക് വെജിറ്റബിൾ ഓയിലാണേ. ചെയ്യാനുള്ളത് വലിയ കത്തിരിക്ക ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു കത്തിരിക്ക ആയാലും മതി. ഇനി ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു പരിപാടിയാണെന്നല്ല, ഗ്യാസിൻ്റെ ആ ഒരു അടുപ്പൊന്ന് നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമേ വെച്ചേച്ച് നമുക്ക് ഈ കത്തിരിക്ക ഒന്ന് ചുട്ടെടുക്കണം. ഒന്നേൽ നമ്മൾ എന്നാ പറയുക, പപ്പടക്കമ്പിയിൽ കുത്തിയിട്ട് അതിനെ ചുട്ടെടുത്തേച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന് ഞെട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതേ പിടിച്ചാലും മതി. പക്ഷെ എന്നാലും ഉണ്ടല്ലോ ചൂടാവുമ്പോഴത്തേക്ക് നമ്മുടെ കൈ കൊള്ളാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഫോർക്കോ ഏതേലും ഒന്ന് സാധനം വെച്ച് വേണം ഇത് ചുട്ടെടുക്കാനേ. അടുപ്പാണ് ഏറ്റവും നല്ലത്. ഇതൊരു ഇച്ചിരി നല്ല ചൂടാവണം. ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അതിൻ്റെ ആ തോലുണ്ടല്ലോ നല്ലോണം കരിഞ്ഞേച്ച് ആ ഉള്ളു വേവുകയും ചെയ്യും. പക്ഷെ നമുക്ക് ആ തോല് വേണ്ട. കരിഞ്ഞു കഴിഞ്ഞു അത് നല്ല ചുട്ടെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അയ്യോ ഇതിനാ കരിഞ്ഞു പോയെന്ന് തോന്നുവേ. പക്ഷെ ആ തോൽ അങ്ങനെ അങ്ങ് പൊളിച്ചു കളയാനുള്ളതാണ്. അന്നേരം പിന്നെ അതിനകത്ത് വലിയ ടെൻഷൻ ആക്കണ്ട. പിന്നെ ആ കരിഞ്ഞ ഒരു ടേസ്റ്റില്ലേ, ആ ഒരു ടേസ്റ്റ് കൂടെ നമ്മുടെ കറിക്കകത്തോട്ട് വേണം. എന്നും പറഞ്ഞ് മൊത്തമല്ല, ഒരു ഇച്ചിരി കിടന്നെന്നും പറഞ്ഞ് തിരക്കേടൊന്നുമില്ലേ. ആ കരിഞ്ഞതൊന്നും ഒട്ടും അതിനകത്ത് ഇരിക്കരുത്. എന്നാന്ന് വെച്ചാൽ ഒരു കരിച്ചോവ് വരും. മാക്സിമം അത് കളയാൻ പറ്റുന്നതിൻ്റെ അത്രയും നമ്മളങ്ങ് പൊളിച്ച് കളഞ്ഞേച്ചാൽ മതി. ഇപ്പം കത്തിരിക്കായുടെ അകത്തൊക്കെ നല്ലതായിട്ട് വെന്തേക്കുവാന്നേ. ഇങ്ങനെ നമ്മൾ തൊട്ടാൽ അങ്ങ് ഉടഞ്ഞു പോവേ അത്.
അതവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചുട്ടെടുത്തേച്ച് അത് ആ ചൂടോടുകൂടി നമ്മുടെ പൊട്ടറ്റോ മാഷർ വെച്ച് ഒന്നെങ്കിൽ ഉടയ്ക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അതില്ലെങ്കിൽ ഒരു നല്ല സ്പൂൺ എടുത്ത് വെച്ചേച്ച് നല്ലതായിട്ടൊന്ന് അതിനെ ഉടയ്ക്കണേ. അന്നേരം ഈ ഞെട്ട് കളഞ്ഞേക്കാം. അല്ലെങ്കിൽ ഞെട്ട് വെച്ചേക്കുന്നത് എന്നാന്ന് അറിയാം, നമ്മൾ ചുട്ടെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൈ അല്ലെങ്കിൽ ഒത്തിരി പൊള്ളും. അതല്ല ഫോർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തേച്ചാലും മതി കേട്ടോ. ഫോർക്കയിൽ കുത്തുക, പപ്പട കമ്പിയെ കുത്തുക, ഇതൊക്കെ ചെയ്തേച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ചുട്ടെടുത്താൽ മതി. കത്തിക്ക ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ നല്ലോണം ആ ചെറിയ ഫ്ലെയിമേ വെച്ച് ചുട്ട് കഴിഞ്ഞാൽ ഉള്ളു വരെ അങ്ങ് വേവും. അന്നേരം നമ്മൾ ഈ പൊടിമാസമൊക്കെ ഉണ്ടാക്കുമല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഉരുളക്കിഴങ്ങ് അങ്ങ് പൊടിക്കുന്ന കൂട്ട് അത് അങ്ങ് പൊടിഞ്ഞു പോകും. ഇനി അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ. നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാൻ ഒന്ന് കത്തിച്ചേച്ച് അതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കണം. ഒരു ഇച്ചിരി എണ്ണയെന്ന് പറഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചോ. ഒഴിച്ചേച്ച് അതിനകത്തോട്ട് ആദ്യം ഒരു 2-3 ഏലക്ക തല്ലിയത് അതിനകത്തോട്ട് ഇടണം. അതൊന്ന് ഇച്ചിരി ചൂടായിക്കോട്ടെ, എന്നാലേ ആ മണം ആ എണ്ണയിലോട്ട് വരത്തുള്ളൂ. ഇനി ഇതിപ്പോൾ ഞാൻ സാധാ ഏലക്കായ ഇട്ടേക്കുന്നത്. നമുക്ക് വലിയ ഏലക്കായ വേണ്ടെങ്കിൽ 1 എണ്ണോ അല്ല 2 എണ്ണോ ചതച്ചിട്ടേച്ചാൽ മതി. കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ഈ വലിയ ഏലക്കായ ഇടുന്നത്, ചെറിയ ഏലക്കായ അല്ല. നമ്മളാണ് കൂടുതലും ചെറിയ ഏലക്കായ ഇടുന്നത്. നമുക്കതാ ഇഷ്ടം. കാര്യം ഏലക്കായ്ക്ക് അതിന് കുറച്ചുകൂടെ ഒരു എന്നാ പറയുക കോൺസെൻട്രേഷൻ കൂടുതലാണെന്നൊക്കെ പറയില്ലേ. ഈ ഏലക്കായുടെ കാട്ടിലും കുറച്ചുകൂടെ ആ ഏലക്കയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. അപ്പം നമുക്കത്രയും വേണ്ട. പക്ഷേ ഇതിനകത്ത് അവരൊക്കെ അതാ ഇടുന്നത്, ഞാൻ അത്ര ഇടുന്നില്ല. എന്നാലും ഒരു ഏലക്കയുടെ ഒരു ഫ്ലേവർ വരണമല്ലോ വിചാരിച്ചിട്ട് മാത്രം നമ്മളൊരു ഇടുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ 2-3 എണ്ണം കൂടുതലിട്ടേച്ചാൽ മതി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ഉള്ളി നല്ലതായിട്ട് മൂക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അതൊരു 3/4 ടീസ്പൂണോളം ഇട്ടേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് ഇതിൻ്റെ കൂടെ തന്നെ വഴലാനുള്ളതാന്നു നമ്മുടെ പച്ചമുളക് ഒരു 3 എണ്ണം കണക്കാക്കി ഇട്ടു. ചെറുതായിട്ട് അരിഞ്ഞ് 3 പച്ചമുളക് ഇതും കൂടെ ഇട്ടേച്ച് ഇത് നല്ലതായിട്ടൊന്ന് മൂക്കണം. മീൻസ് എപ്പോഴും ഞാൻ പറയുന്ന പോലെയുള്ളൂ, ഉള്ളി വേവണം. വെന്തില്ല എന്നുണ്ടെങ്കിൽ മധുരിക്ക മാത്രമല്ല ആ ഒരു കറിക്ക് സ്വാദം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ചെറിയൊരു ബ്രൗൺ ആയി വരുന്നിടം വരെ നമ്മൾ ഇതിനെ വഴറ്റിയേ ഒക്കത്തുള്ളൂ. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനാന്നേലും അല്ലേലും നമുക്കിപ്പോൾ ഈ പറഞ്ഞ കൂട്ട് സമയം എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. എന്നാ പറഞ്ഞാലും നേരമില്ലെന്നേ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കാനും നേരമില്ല എന്ന് പറയും, ഉള്ളി മൂക്കാൻ നേരമില്ല എന്ന് പറയും. അപ്പം നമ്മൾ കുറച്ച് ഉപ്പിട്ടേച്ച് കുറച്ച് സ്പീഡിൽ അങ്ങ് മൂപ്പിച്ചോ. എന്നാ നേരം പോയെന്ന് പറഞ്ഞാലും നമ്മൾ ഉപ്പിട്ടാലും ശരി ഇല്ലെങ്കിലും ശരി അത് മൂക്കേണ്ട നേരത്തെ മൂക്കത്തുള്ളൂ. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൻ. ഓക്കെ, ഉള്ളി നല്ലതായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ മധുരച്ചോ പറഞ്ഞില്ലായിരുന്നോ, അത് വരുവേ. ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞപ്പൊടി, ഈ നമ്മുടെ പൊടിയെല്ലാം ചേർക്കണം. കുറച്ചൊരു മഞ്ഞപ്പൊടി, അതൊരു ഒരു 1/4 അല്ല എന്നാൽ അരയല്ലാത്ത കണക്കിന് ചേർത്താച്ചാൽ മതി. പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി മതിയാവും. ഇതിന് ഒരുപാട് എരിവുള്ള കൂട്ടത്തിലല്ല. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ എന്നാന്നറിയോ, ഒരു കാര്യവും കൂടെ ഉണ്ട്, മസ്റ്റ് അല്ല, വേണമെങ്കിൽ മാത്രം. ബിക്കോസ് നമ്മൾ കേരളീയരായതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഓപ്ഷൻ വെച്ചത്.
ഇവർക്ക് കൂടുതലും ജീരകത്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ജീരകപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഇന്ന് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് മാത്രം ഞാൻ ജീരകപ്പൊടി ചേർക്കാൻ പോവാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇൻഗ്രീഡിയൻസിനകത്ത് വയ്ക്കാഞ്ഞേ. അത് ഒരുപാടൊന്നുമല്ല, ഒരു ജീരകത്തിൻ്റെ ഫ്ലേവർ മാത്രം വന്നേച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യം എണ്ണ ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ജീരകം ഇട്ടേച്ച് ഒന്ന് പൊട്ടിച്ചിട്ട് ഉള്ളിയൊക്കെ വഴറ്റിയാൽ മതി. ഈ പൊടിയെല്ലാം ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ടൊമാറ്റോ ചേർക്കണം. ടൊമാറ്റോ ചേർത്ത് കഴിഞ്ഞാൽ അതറിയാമല്ലോ, ചുമ്മാ അങ്ങ് ചേർക്കാൻ ഒക്കിയേല. അതിൻ്റെ വെള്ളം മുഴുവൻ വറ്റണം. നമ്മൾ ഈ ചേർത്തേക്കുന്ന പൊടി മുഴുവൻ അതിനകത്ത് പിടിക്കണം. പിടിച്ചേച്ച് അതൊരു നല്ലൊരു കുഴഞ്ഞ പരുവാകുമ്പോൾ മാത്രമേ നമുക്ക് കത്തിരിക്ക ചേർക്കാനൊക്കത്തുള്ളൂ. പക്ഷേ കുഴഞ്ഞ പരുവെന്ന് പറയുമ്പം കത്തിരിക്കായ്ക്കകത്തും ഈ പറഞ്ഞ പോലെ നമ്മൾ ചേർത്തേക്കുന്ന പൊടി എല്ലാം പിടിക്കാനുണ്ട്. അതായത് ആ പച്ച ചൊവ്വ വേണ്ട. അതുകൊണ്ട് എന്നാ ചെയ്യണം, നമ്മുടെ ടൊമാറ്റോ ഏകദേശം ഒരു ഹാഫായി കഴിയുമ്പോഴത്തേക്ക് കത്തിരിക്കായും കൂടെ ചേർത്തേച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് കുറച്ച് നേരം അടച്ചിടുക. അടച്ചിടുന്നതിന് മുമ്പ് നിറച്ച് മല്ലിയില ഇടണം. അവർക്ക് അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫ്ലേവറിങ് ആയിട്ട് വരുന്നത്. പിന്നെ കുറച്ച് ഉപ്പോ എരിവോ പുളിയോ എന്നതേലും ഒക്കെ കുറവാന്നു എന്ന് തോന്നുവാന്നേൽ ഇതിനകത്ത് പുളിയൊന്നും ഒത്തിരി മുന്നിട്ട് നിൽക്കുകയില്ല. എരിവ് മാത്രമേ ഉള്ളൂ. എരിവ് വേണമെന്ന് തോന്നുകയാണോ എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പൊടിയൊന്ന് മൂപ്പിച്ചേച്ചിടുക. അതായത് മുളക് പൊടി തന്നെ ഇടരുത്. നമ്മൾ ഇപ്പോൾ മൂപ്പിച്ചിട്ടില്ലായിരുന്നു, ആ പൊടിയെല്ലാം ഒന്നേന്നെ ശാല എടുത്തേച്ച് മൂപ്പിച്ചേച്ച് മാത്രമേ നമ്മുടെ കറിക്കകത്തോട്ട് ഇടാവുള്ളൂ. അല്ലെങ്കിൽ പൊടിയുടെ ഒരു പച്ചച്ചോവ അതിനകത്ത് തന്നെ നിൽക്കുവേ. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ കത്തിരിക്കയ്ക്കാന്നേലും അധികം വേവില്ല. അതുകൊണ്ട് എന്നാ ചെയ്യും, ഒരുപാടിട്ട് നമ്മൾ മൂപ്പിക്കുവാന്നേൽ അത് ശരിയാവുകയും. മൂപ്പിക്കാതെ ഇടുവാന്നുവെങ്കിൽ, പൊടിയെല്ലാം മൂപ്പിക്കാതെ ഇടുവാന്നേൽ പച്ച ചുവയ്ക്കുന്ന അതുകൊണ്ടാണ്. കത്തിരിക്കകത്ത് നമ്മൾ വേവിച്ചേച്ചല്ലേ ഇടുന്നത്. അന്നേരം അതിനകത്ത് പിന്നെ കിടന്ന് വേവാനും മാത്രമുള്ള നേരമൊന്നുമില്ല. കുറച്ചൊരു 15 മിനിറ്റ്സോളം ധാരാളം മതിയാവും നമുക്ക് ആ കത്തിരിക്കായിലൊന്ന് ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഒന്ന് പിടിച്ചു വരാൻ. ചിലയിടത്താന്നേൽ ഈ ടൊമാറ്റോ ഇത്രയും പോലും ഒന്ന് വഴറ്റുവേല. അതിന് മുന്നേ തന്നെ കത്തിരിക്കായ അങ്ങ് ചേർക്കും. കാര്യം ടൊമാറ്റോ ഇങ്ങനെ ഇച്ചിരി കഷ്ണമായിട്ട് കിടക്കുന്ന കാണാനും നല്ല ശേല. അതുകൊണ്ട് ചിലർക്ക് അങ്ങനെയാണ് ഇഷ്ടം. പക്ഷെ ചിലർക്ക് അങ്ങനെ ഇഷ്ടമല്ല. ആ കൂട്ടത്തിൽ ഞാനും പെടും. പകുതി വേവുന്നതാണ് എനിക്കും ഇഷ്ടം. എന്നാൽ ടൊമാറ്റോ കാണുകയും ചെയ്യാം, എന്നാൽ ടൊമാറ്റോയുടെ ഒരു ഫ്ലേവർ നമ്മുടെ കറിക്കകത്ത് ഇറങ്ങുകയും ചെയ്യുവേ. എനിക്കെല്ലാം നല്ലതായിട്ട് വേവിച്ച് ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ട് അങ്ങനെ കഴിക്കുന്ന ഒരു കറിയാണ് ഇഷ്ടം. നമുക്ക് നമ്മുടെ നാട്ടിലെ ഭക്ഷണം നല്ല വായിക്ക് രുചിയായിട്ടൊക്കെ കഴിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അറിയത്തില്ല എന്നാ ഒരു ചിക്കൻ കറി വെക്കുകയാന്നേ പോലും ഞാൻ ഈ വേവിച്ചേച്ചൊക്കെ വറക്കത്തുള്ളൂ. അല്ലാതെ ഡയറക്റ്റായിട്ട് ഇടാൻ പറഞ്ഞാൽ വലിയ പ്രയാസം എന്നെ കൊണ്ട്. ഇപ്പോൾ വേണ്ടേ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച എത്ര വേവ് ആ ടൊമാറ്റോയ്ക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു വേവ് എനിക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ സമയത്താണ് ഞാൻ ഇനി ഈ കത്തിരിക്ക ഇതിനകത്തോട്ട് ഇടാൻ പോവുക. പിന്നെ ഇതിനകത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ സാധാരണഗതിയിൽ ഇതിനകത്തെല്ലാം പിടിക്കാനായിട്ട് നമ്മൾ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കും. പക്ഷെ ഞാൻ പറയുന്നത് അതിനകത്ത് വെള്ളം ഒഴിക്കരുത്. കാര്യം എന്നാണെന്നറിയാമോ, ഒന്നാമതേ കത്തിരിക്ക വെന്ത് കഴിയുമ്പം ആ കത്തിരിക്കയുടെ പരുവം എന്നാന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ അറിയാൻ ഒക്കും. അപ്പോൾ ഇനി നമ്മൾ വെള്ളം അതിനകത്ത് ധാരാളമായിട്ട് ഒഴിക്കുവാന്നേലും ഒരുമാതിരി കുഴന്നായി പോവും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ തോന്നിയല്ല. അതുകൊണ്ട് എന്നാ ചെയ്യണം, ഈ കത്തിരിക്ക ഒരു ചെറിയ ലോ ഫ്ലെയിമേ വെച്ചേച്ച് മാക്സിമം അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുന്നത് പോലെ, അതായത് നോൺ സ്റ്റിക്ക് പാനാണ് ഏറ്റവും നല്ലത് ഈ കറി വെക്കാനായിട്ട്. അന്നേച്ച് ആ ലോ ഫ്ലെയിമേ തന്നെ അടച്ചിട്ടേച്ചാൽ മതി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തേച്ചാൽ മാത്രം മതി. ഇതിൽ നിന്ന് തന്നെ ഒരു ശകലിശ വെള്ളം ഊറും. അതായത് നമ്മുടെ ടൊമാറ്റോയിലെയും കത്തിരിക്കായിലെയും ഒക്കെ വെള്ളമുണ്ട്. ആ വെള്ളം വെച്ചേച്ച് നമ്മൾ അതിനെ കറിയാക്കി എടുത്തേച്ചാൽ മതി. ഇനി അതല്ല സെമി ഗ്രേവി വേണമെന്ന് തോന്നുവാന്നേൽ അടയ്ക്കുന്നതിന് മുമ്പ് ഒരു ശകലിശ വെള്ളം ഒഴിച്ചേച്ച് ഒന്ന് അടച്ചിട്ടേക്കാം. ഇത് ഏതാ നമുക്ക് ഏതെന്ന് തോന്നുന്നത് അതനുസരിച്ച് ചെയ്താൽ മതി.
പിന്നെ ഇത് ഏതിൻ്റെ കൂടെയൊക്കെ കഴിക്കാമെന്ന് ചോദിച്ചാൽ കുൽച്ചയുടെ കൂടെയൊക്കെ നല്ലതാ, റോട്ടി നല്ലതാ, പിന്നെ ചപ്പാത്തി. ഇതൊന്നും നമ്മൾ കഴിക്കാത്തതുകൊണ്ട് നമ്മൾക്ക് എതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിയായിരുന്നു. ചപ്പാത്തിയിലൂടെ കഴിക്കുന്നതാണ് നമ്മൾ മലയാളികൾ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. റോട്ടി എന്നൊക്കെ പറയുന്നത് കുറച്ച് ഹാർഡായിട്ടുള്ളതാണ്, നാണ് ഇതൊക്കെ ഭയങ്കര ഹാർഡായിട്ടുള്ള സാധനങ്ങളാണ്. അതൊന്നും നമ്മളെ കൊണ്ട് ഒക്കുകയല്ല. പിന്നെ പിള്ളേർക്ക് പിന്നെയും പറ്റുമായിരിക്കും, വലിയവർക്ക് തീരെ ഒക്കുകയല്ല. അതുകൊണ്ട് ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു ചേഞ്ചിന് ഇങ്ങനത്തെ കറിയൊക്കെ കൊടുക്കാം. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൺ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഗസ്റ്റിനെ കുറിച്ച് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല, പക്ഷെ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഇവിടെ വന്നു കണ്ട് കീഴടക്കാൻ പോകുന്ന, അതായത് ഒരു ഗായികയാണ് നമ്മുടെ ഇന്ന് ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത്. ആ ചേച്ചിയെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ല, ദാ വരുന്നുണ്ട്, കീഴടക്കാൻ വരുന്നുണ്ട്. ഹലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ചേച്ചീനെ. ചേച്ചി ഒറ്റയ്ക്കാണോ വന്നേ? ആരെയാ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചേ? ചേട്ടനെ കൊണ്ടുവരാം, 2 മക്കളുണ്ട് കിച്ചണില്. ഓ എന്നാ വേണ്ട, പിള്ളേർ എന്ത് ചെയ്യേ? ഒരു മോളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞിനെ വിളിച്ച അമ്മ അവിടെ സന്തോഷം കണ്ടോ. എനിക്ക് ചേച്ചി, നമ്മൾ ബേസിക്കലി നമ്മൾ എന്നാ വിചാരിച്ച, ചേച്ചി ഭയങ്കര മെച്ചോർഡായിട്ട് റിസർവ്ഡ് പേഴ്സൺ ആണ്, അങ്ങനെയൊക്കെ ആണെന്നല്ലേ നമ്മൾ വിചാരിച്ച. ആണ് കേട്ടോ, ഇല്ലാന്നല്ല. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ചേച്ചി ഭയങ്കര കുട്ടിത്താണ് അല്ലേ ചേച്ചി? വീട്ടിലമ്മ അങ്ങനല്ലേ? അത് തന്നെ കണ്ടോ, ശരിക്കും ചേച്ചിക്ക് ഭയങ്കര മെച്ചോർഡായിട്ട് വർത്താനം പറയാൻ അറിയാമല്ല. എല്ലാം ഇങ്ങനെ ഭയങ്കര തമാശ രീതിയിലൊക്കെയാ ചേച്ചി എല്ലാം എടുക്കുന്നത്. ഒന്ന് വേണ്ട, ചില സമയത്ത് തനി അമ്മയാവും, മക്കളോടൊക്കെ വർത്താനം പറയുന്നതന്നെ. ഓളെ നീ അത് ചെയ്യണ്ടേ, പരിസരം ഒന്നും ഉണ്ടാവില്ല ഇല്ലേ? സത്യമല്ല, കണ്ടോ ഇതെല്ലാം. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ചേച്ചി സംഗീതത്തെ ഭയങ്കര സീരിയസ് ആയിട്ട്, അതായത് അതിൻ്റെ എത്ര ഉൾക്കൊണ്ട് അതിനെ മനസ്സിലാക്കണോ ആ ബഹുമാനവും ആദരവും എല്ലാം കൊടുത്ത് ചേച്ചി അതിനെ പഠിച്ചെടുത്ത ഒരു ചേച്ചിയാണ്. അത് ചേച്ചിയുടെ കൂടെ ഉള്ളതാന്നു അല്ലേ ചേച്ചി? പിന്നെ അതാണ് എനിക്ക് തോന്നുന്നത് ചേച്ചി ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ട് ചേച്ചി ഏറ്റെടുത്ത ഒരു കാര്യം ഇല്ലേ? ബാക്കി എല്ലാം ചേച്ചി ഭയങ്കര എന്നാ പറയാ, എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. വിട്ടുപോയി. അല്ല, എന്താ അറിയാമോ, പാട്ട് പോലെ അത്രയും സീരിയസ് ആയിട്ട്, സീരിയസ് അങ്ങനെയല്ല, അത്ര ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് കുക്കിംഗ്. എപ്പോഴും എല്ലാം അമ്മയുടെ ബെസ്റ്റ് ഏതാന്നുള്ളത് പറഞ്ഞു. അമ്മയുടെ ബെസ്റ്റ് റെസിപ്പീസ് ഏതാന്നൊക്കെ ഉള്ളത് എനിക്ക് കൂടെ പറഞ്ഞു. ഉറപ്പായിട്ട്. ഓക്കെ, അവിടെ പോവാം. അവിടെ പോയി ഇരുന്ന് നമുക്ക് ഡീറ്റെയിൽ സംഗീതം, പാചകം, വീട്, കുടുംബം കുറെ ഉണ്ട്. അവിടെ പോയി എന്താവാം. അതാ ചേച്ചി, നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഗുരുക്കന്മാരിൽ തന്നെ അവരെ സ്മരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ടോക്ക് തുടങ്ങാവേ. ഇതിനകത്ത് ഞാൻ ചിലപ്പം ഈ പറഞ്ഞ പോലെ ചേച്ചി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു പാട്ട് പാടി തരുമെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗുരുക്കന്മാർ തല്ലും. അതുകൊണ്ട് ആദ്യമേ അവർക്ക് ഫുൾ റെസ്പെക്റ്റും അതെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് തുടങ്ങാവേ. ആദ്യത്തെ എൻ്റെ ഗുരു എൻ്റെ അച്ഛൻ മ്യൂസിക് ടീച്ചറായിരുന്നു. ചെറുതിലെ അച്ഛൻ പാടും AARലെ ആർട്ടിസ്റ്റായിരുന്നു. അച്ഛൻ തന്നെയാണ് എന്നെ പഠിപ്പിച്ചത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ ശേഷം റേഡിയോ സ്റ്റേഷനിലെ സ്റ്റാഫ് ആർട്ടിസ്റ്റായിരുന്ന R കൃഷ്ണസ്വാമി സാറ് പഠിപ്പിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മാവേലിക്കര R പ്രഭാകരവർമ്മ സാറ്, ഇവർ 3 പേരും ഇപ്പം ഇല്ല. പ്രഭാകരവർമ്മ സാറ് കുറേ വർഷം പഠിപ്പിച്ചു. സാറ് ഇവരൊക്കെയാണ് എൻ്റെ മെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഓമനക്കുട്ടി സാറ്, ടീച്ചറിൻ്റെ കീഴിലാണ് ഞാൻ PhD ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാൾ മദ്രാസിലുണ്ടായിരുന്നു. അപ്പോൾ TR സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞൊരു ഒരു പൈനിയറാണ്, ഒരു സ്റ്റൈലിൻ്റെ ഒരു പൈനിയറാണ്. സാറിൻ്റെ കീഴിൽ കുറേ കാലം അഭ്യസിച്ചു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ചേച്ചിയെ കൊണ്ട് ആദ്യം തന്നെ ഞാൻ ഗുരുവിൻ്റെ തന്നെ ഒരു പാട്ട് പാടിക്കാം. ഗുരു പവന പുരാധീശം എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഒരു പാട്ട് പാടി. എൻ്റെ അമ്മ ഇതൊക്കെ ഓർത്ത് വെച്ചിരിക്കുന്നത്. ചേച്ചി വരുമ്പോൾ ഞാൻ പിന്നെ അതെല്ലാം ആലോചിക്കണ്ടേ ചേച്ചി? ഗുരു പവന പുരാധീശം ഭാവയാമി ഗരുഡവാഹനം ഭജാമി ഗുരു പവന പുരാധീശം ഭാവയാമി
ഗരുഡവാഹനം ഭജാമി ഗുരുപവനപുരാധീശം ഭാവയാമി. അസലായിരിക്കുന്നു ചേച്ചി. ഇതാണ് ചേച്ചിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞത്. മോളുടെ കാര്യങ്ങളൊക്കെ പറയൂ. എന്താ പഠിക്കുന്ന, എന്താ ചെയ്യുന്ന ഇപ്പോ? ഞാനിപ്പോ ഫുൾ ടൈം മ്യൂസിക് ആണ്. മോള് മ്യൂസിക്കാ? ഓക്കെ. ഞാൻ പഠിച്ചത് സൈക്കോളജി, വിമൻസ് കോളേജിൽ BA MA സൈക്കോളജി അവിടെ നിന്നാണ് പാസ്സായത്. പിന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്തു സൈക്കോളജി തന്നെ. ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു ഒരു നഴ്സിംഗ് കോളേജിൽ. പിന്നെ കാര്യവട്ടം ഡിപ്പാർട്ട്മെന്റിൽ സൈക്കോളജി പഠിപ്പിച്ചിരുന്നു അവിടെ. അങ്ങനെ 2 വർഷം വർക്ക് ചെയ്തു. ഇതിന്റെ പാരലി മ്യൂസിക് ഒക്കെ കൊണ്ടുപോയിരുന്നു. പക്ഷെ എനിക്ക് മ്യൂസിക് തന്നെ ഫുൾ ടൈം വേണമെന്നൊരാഗ്രഹം. അപ്പോൾ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്തു. പിന്നെ പുറത്ത് സ്വീഡനിലൊരു ഷോർട്ട് ടേം ഒരു കോഴ്സ് ചെയ്തു വേൾഡ് മ്യൂസിക്കിൽ. അത് കഴിഞ്ഞപ്പോ ഉള്ളിന്റെ ഉള്ളിൽ നോക്കുമ്പോ ഇങ്ങനെ മ്യൂസിക് കിടപ്പുണ്ടേ നല്ലതായിട്ട്. അതാണ് അത് ഇത് ലെക്ചർ മാറ്റിയിട്ട്. ചെറുതിലെ എങ്ങനെയാ, ചെറുതിൽ ഞാൻ ഏത് സ്റ്റേജിൽ പാടാൻ പോയാലും അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ പാടുമെന്ന് പറഞ്ഞ് ചാടി കയറി പോകും. ചെറുതിൽ എങ്ങനെയാ. പിന്നെ സ്കൂളിൽ ഇഷ്ടം പോലെ കോമ്പറ്റീഷൻസ് എല്ലാത്തിനും പോയി ചേരും. എന്നിട്ട് അവസാനം ഏതിനെ ചേർന്നെന്ന് ഒരു മറന്നു പോകും. അങ്ങനെ ഒരു ത്രില്ലാണ് എപ്പോഴും ഇങ്ങനെയാ. ഞങ്ങൾ പറയാം ഇപ്പൊ ചന്ദനി പോകുന്ന ചോദിച്ചാൽ ഉടനെ റെഡി എന്ന് പറഞ്ഞിറങ്ങും. അങ്ങനത്തെ ഒരു പാർട്ടി. പാഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു പാഷനാണ്. അപ്പൊ മോൾ ഏതാ, ഇങ്ങനെ ക്ലാസിക്, വെസ്റ്റേൺ ഏതാ? ഇല്ല, ഞാൻ ക്ലാസിക്കൽ തന്നെയാ. ആദ്യം അപ്പൂപ്പനാ പഠിപ്പിച്ചത്. പിന്നെ അമ്മ പഠിപ്പിച്ചു. ഒരു 10 വയസ്സൊക്കെ ആയപ്പോഴത്തേനും മൃദംഗം പഠിക്കാൻ തുടങ്ങി. ഇൻസ്ട്രുമെന്റ് തന്നെ. അത് മദ്രാസിലായിരുന്നു ഞങ്ങളപ്പോൾ താമസം. അപ്പോൾ മന്നാർഗോവിൽ ജെ ബാലാജി സാറിന്റെ അടുത്താണ് തുടങ്ങിയത്. സാറിന്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നതും. CCRT സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു മൃദംഗത്തിന്. പിന്നെ ഇവിടെ വന്നു. തിരിച്ചും അമ്മയുടെ തന്നെയാണ് പഠിക്കുന്നത്. പിന്നെ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട് അഭ്രതിത ബാനർജി ടീച്ചറിന്റെ അടുത്ത്. പിന്നെ വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുള്ള മൃദംഗമാണ്. പക്ഷെ പുതിയ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ട്രൈ ചെയ്യും. പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും പല ഇൻസ്ട്രുമെന്റ്സും വായിക്കേണ്ടി വരും. ഏതെങ്കിലും പുതിയത് പഠിച്ച ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ്? ഞാൻ മേടിച്ചതാണ്. ഞാൻ കഹോണാണ് ആദ്യം പുറത്തുനിന്ന് ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് വായിച്ചത്. എവിടെ പോയെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരും. ഞാൻ ആദ്യം മൃദംഗം കഴിഞ്ഞിട്ട് പിന്നെ ഗഞ്ചര വായിച്ചു തുടങ്ങി. അത് അമ്മയുടെ ഒരു ടൂറിന് കൂടെ പോകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്വയം പഠിച്ച് എടുത്ത് കുറച്ച് പേരുടെ ഹെൽപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതലും 10th പാസ്സായിട്ട് വെക്കേഷന്റെ ടൈമിലാണ് ഞാൻ പോയത് ആദ്യം അമ്മയുടെ കൂടെ നൈജീരിയയിൽ ഒരു ടൂറിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ അതിനു വേണ്ടി പഠിച്ചതാ. അതിനുശേഷം പിന്നെ ഞാൻ 2010 സ്വീഡനിൽ പോയി ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് അവർ പുതിയ ഇൻസ്ട്രുമെന്റ്സ് കുറേ എണ്ണം കണ്ടു. അപ്പോൾ അങ്ങനെ കഹോൺ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് എൻ്റെ പുറത്തിരുന്നാണ് വായിക്കുന്നത്. അപ്പോൾ കഹോൺ ഞാൻ അവിടെ നിന്ന് മേടിച്ചു വന്നിട്ട് പിന്നെ അത് പതുക്കെ ഇങ്ങനെ വായിച്ച് പ്രാക്ടീസ് ചെയ്തൊക്കെ കഹോൺ വായിക്കും. പിന്നെ ഇപ്പോൾ അൽ ഉഡു എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ്, ജസ്റ്റ് അൽ ഉഡു. അച്ഛ അമ്മ ഇങ്ങനെ കളിയാക്കി രാമുഡു കൃഷ്ണുഡു എന്നൊക്കെ പറയുന്നത്. ഇതാണ് മിസ്റ്റർ അല്ലുഡു. ഇനി ഈ സർ അല്ലുഡു എന്ത് ചെയ്യും? അലൂമിനിയം ഉഡു ആണ് ശരിക്കും. അതാണ് ചുരുക്കി അല്ലുഡു എന്ന് വെച്ചത്. വോൾട്ടർ എന്ന് പറഞ്ഞ വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് പുതിയ പെർക്കഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന അദ്ദേഹം സ്വയം ഒരു പെർക്കഷനിസ്റ്റ് സ്വീഡനിൽ നിന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്രിയേഷൻ ആണ് ഈ ഇൻസ്ട്രുമെന്റ്. ശരിക്കും ഉഡു എന്ന് പറയുന്ന ഒരു മിഡിൽ ഈസ്റ്റേൺ ശരിക്കും ഘടം പോലെ ഇരിക്കും. അത്രയും വലുതല്ല, ചെറിയൊരു സെറാമിക്കിന്റെ ഒരു പോട്ട് പോലെ പല ഷേപ്സിലും ഉണ്ട് ഉഡു. അപ്പോൾ ഉഡുയുടെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ സെറാമിക് ആയതുകൊണ്ട് ഫ്രജൈലാണ്, ഭയങ്കര വെയിറ്റ് ആണ്, ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇദ്ദേഹം ഇത് വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇദ്ദേഹം തന്നെ ഇത് ആലോചിച്ചു ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണമല്ലോ എന്ന്. അപ്പം അങ്ങനെ അലൂമിനിയം കൊണ്ടുണ്ടാക്കിയതാണിത്. ഹിസ് ഓൺ ക്രിയേഷൻ. ഹി വർക്ക്സ് എന്താ പറയുക ഫുൾ ടൈം ഇത് തന്നെയാണ്, ഇന്നോവേഷനിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു കക്ഷിയാണ്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാക്കുന്ന ആളും അല്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. അതിനകത്ത് കുറെ വേർഷൻസ് കൊണ്ടുവരികയും ചെയ്തു. ഈ ബ്രഷ് ഒന്നും ശരിക്കും ഉടൂലില്ല. അപ്പൊ ഈ ബ്രഷസ് ഒക്കെ പിന്നീട് അദ്ദേഹം ഈ ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കിയപ്പോൾ ആഡ് ചെയ്തതാണ്. ഓക്കെ. അപ്പൊ ആ ബ്രഷസ് കൊണ്ട് നമുക്ക് അതിനകത്ത് വൈബ്രേഷൻസ് ഉണ്ടാവും. ഇതിന്റെ പുറത്ത് വായിക്കാം, മാറ്റി വായിക്കാം, അങ്ങനെ കുറച്ച്. ഇദ്ദേഹം മിണ്ടുവോ? ഇദ്ദേഹം മിണ്ടും. പിന്നെ അന്നൊന്നും മിണ്ടിക്കാവോ? ചേച്ചി പറഞ്ഞാലും ഇനി തെലുങ്കൊന്നും വേണ്ടല്ലോ അല്ലേ?
സംഭവം കൊള്ളാം അല്ലേ? പിന്നെ ചേച്ചി എനിക്ക് ഇത് വെച്ചൊരു കച്ചേരി നടത്തുന്നത് അതോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ചേച്ചിയുടെ ഏതെങ്കിലും ഒരു ഫെമിലിയർ സോങ്ങിന് ഇത് മിക്സ് ചെയ്ത് പാടാ ചെയ്യാം. ഏതെങ്കിലും ഒരു പാട്ടിന് പറ്റുമോ? ആ എന്നാ ഒരു പാട്ട് ഒന്ന് കേൾക്കാം. അല്ലുടു വിത്ത് അല്ലുടു നമുക്കത് കേൾക്കാം ചേച്ചി. കളഹംസം നീന്തും രാവിൽ കനവൊന്നായി ചേരും നാളിൽ അതിരായി നിഴലായി കളിയും ഞാലാടാമോ. കളഹംസം നീന്തും രാവിൽ കനവൊന്നായി ചേരും നാളിൽ അതിരായി നിഴലായി കളിയും ഞാലാടാമോ. മനസ്സിലായോ? ഞാനേ എന്നെ അറിയാതെ എൻ്റെ ഒരു പാട്ട് അല്ല ആ പാട്ടേ സാധാരണ ഇപ്പൊ ആർക്കും ഓർമ്മയുണ്ടാവില്ല. ഞാൻ മുമ്പ് ARൽ പാടിയ ഒരു ലളിതഗാനം, അത് എഴുതിയത് ഡോക്ടർ VA ശർമ്മയും അത് മ്യൂസിക് ചെയ്തത് നമ്മുടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറുമാണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് എവിടെ നിന്ന് ഗുരു എന്നൊരു വാക്ക് കിട്ടിയപ്പോഴത്തേക്ക് അതടിച്ച് മാറ്റി എവിടെ അങ്ങനെ ഒരു മിടിക്കല്ലേ. എന്നാൽ ശരി ഇത് ഓർമ്മയുണ്ടോ നോക്കാന്ന് വിചാരിച്ചു. ഓർമ്മയുണ്ടോന്ന് പാടിയപ്പോഴാ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അത് പക്ഷെ എനിക്ക് സന്തോഷം തോന്നി അറിയോ, പുതിയ ഇൻസ്ട്രുമെന്റ് ആ പാട്ട് പാടിയില്ലേ, അതാണ്. താങ്ക് യു വെരി മച്ച് ചേച്ചി. ചേച്ചിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2 വ്യക്തികളുണ്ട്. വൺ ഇസ് MG രാധാകൃഷ്ണനും നെക്സ്റ്റ് ഇസ് രവീന്ദ്ര മാസ്റ്റർ. യെസ്. അപ്പൊ ചേച്ചിക്ക് അവരുമായിട്ടുണ്ടായിരുന്ന ഒരു ആ ഗുരുക്കന്മാരെ കുറിച്ച്? MG രാധാകൃഷ്ണന് ചേട്ടൻ തന്നെയാണ് വിളിക്കുക. അതായത് ഞാനെപ്പോഴും പറഞ്ഞ എൻ്റെ അമ്മയുടെ വയറിൽ ജനിക്കാത്ത എൻ്റെ ഒരു സഹോദരൻ. ആദ്യമായിട്ട് എന്നെ ഫിലിമിൽ പാടിച്ചതും അദ്ദേഹമാണ്, രാജശേഖരൻ തന്നെയാണ്. പിന്നെ എത്ര പൂക്കാലം എന്നുള്ള പാട്ടൊക്കെ അദ്ദേഹം എന്നെ ഞാനാക്കിയ ഗാനം അതിനകത്ത് വരുന്നത് പോലെ പുള്ളിയാണ്. ലളിതഗാനം എന്ന് പറഞ്ഞ ആ ശാഖയ്ക്ക് ശരിയായിട്ടൊരു ഡെഫിനിഷൻ കൊടുത്ത ആളാണ് അദ്ദേഹം. അപ്പോൾ ഇന്നൊക്കെയാണ് നമ്മൾ ലളിതമാണെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ കോംപ്ലക്സ് ആണെന്ന് തോന്നും. ഇറ്റ്സ് നോട്ട് ലളിതഗാനം, കുറേ രാഗങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മാറ്റി ഇറ്റ്സ് ടു കോംപ്ലക്സ് ആണ്. കുറേ ക്ലാസിക്കാലിറ്റി അതിൻ്റെ ആവശ്യമേ ഇല്ല. ലളിതം എന്ന് പറഞ്ഞാൽ ലളിതമായിരിക്കണം. എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടെന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നത് പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ലളിതഗാനമാണ് ഘനശ്യാമ സന്ധ്യാകൃതി. യൂത്ത് ഫെസ്റ്റിവൽ എല്ലാവരും അത് തന്നെയാണ് അന്നത്തെ കാലത്ത് സ്റ്റേജിൽ പാടാറുള്ളത്. ഘനശ്യാമ സന്ധ്യാഹൃദയം നിറയെ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ ഘനശ്യാമ സന്ധ്യാഹൃദയം. ഈ ഒരു കഴിഞ്ഞ ഈ 20 years ആയിട്ട് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് പാട്ടിന് അല്ലേ? തീർച്ചയായിട്ടും. ആ ഒരു ഡിഫറൻസ് ചേച്ചിക്ക് തോന്നിയത്? ഇപ്പൊ ഞങ്ങൾക്കായാലും ഇത് ഒന്നും അറിയാൻ മേലാത്ത ഞങ്ങൾക്ക് ഒരു ഇച്ചിരി വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട്. അപ്പൊ ചേച്ചിക്ക് അത് ശരിക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമേ. ആ ചേച്ചിക്ക് തോന്നിയ ഡിഫറൻസ് എന്തൊക്കെയാണ്? എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ട് ഫുള്ളി ആ മെലഡി ബേസ്ഡ്. ഇനി ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ ആ സിറ്റുവേഷൻ്റെ മൂഡിനെ എൻഹാൻസ് ചെയ്യുന്ന ഒന്നായിരിക്കും. അതാ പിന്നെ എല്ലാം കുറച്ച് തബലയും അങ്ങനത്തെ നമ്മുടെ ഇന്ത്യൻ ഇൻസ്ട്രുമെൻസും ഇന്ത്യൻ മെലഡി, ഇന്ത്യൻ തോട്ട്, നമ്മുടെ ഒരു ഹ്യൂമൻ എലിമെന്റ് അതിനകത്ത് ഇന്ത്യൻ തന്നെയാണ്. ഞാനിത് അങ്ങോട്ട് ചോദിക്കാൻ പോവായിരുന്നു, ഇത് ഇങ്ങറ്റത്താ അത് അങ്ങറ്റത്താ, ഇതുമായിട്ട് യോജിക്കുന്നുണ്ടോ? അതല്ല ഇപ്പോഴത്തേതിൽ കുറേ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഫ്യൂഷൻ ഇതാണ്. അതായത് മെലഡി ഇന്ത്യൻ ആണെങ്കിലും അതിൻ്റെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഒരു വെസ്റ്റേൺ. പക്ഷെ അതും എനിക്കിഷ്ടമാണ്. ടൂ മച്ച് ഒരു വെസ്റ്റേൺ ആകുക, പിന്നെ ഈ വെറുതെ സ്വപ്നം കാണുന്ന ഏതോ ഒരു സീനായിരിക്കും, അത് കഴിഞ്ഞ് കുറേ സ്വപ്നമാരിയുള്ള ഒരു ഡാൻസും കുറേ അതാകുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കേട്ടിങ്ങനെ പോകുന്നല്ലാതെ നമ്മുടെ മനസ്സിൽ അതാണ് സ്ഥിരം ഇപ്പോഴും ഏത് ഷോ ആണെങ്കിലും പിന്നെ കുട്ടികൾക്ക് ഈ പഴയ മെലഡി തന്നെ പാടിയാലേ അവരുടെ ഒരു ടെസ്റ്റ് ഡോസ് ആണ് അതെല്ലാം എന്ന് പറയുന്നത്. അതാണ് പറയുന്നതിനോട് മക്കൾ എന്നാ പറയുന്നു, ചാരു എന്നാ പറയുന്നു? അത് ഒരു പരിധിവരെ ഞാൻ കംപ്ലീറ്റ്ലി യോജിക്കുന്നുണ്ട്. അത് ഞാനാണെങ്കിലും അനിയനാണെങ്കിലും രണ്ടുപേർക്കും പഴയ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഒത്തിരി പഴയ പാട്ട് പാടാറുണ്ട്. എന്നുവെച്ചാൽ മ്യൂസിക്കൽ കണ്ടന്റ് ഒത്തിരി കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ എന്ത് നമുക്ക് ടൂ മച്ച് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. എന്നുവെച്ചാൽ
നമുക്കിപ്പോൾ കുറേ വെർച്വൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, കുറേ ഓപ്ഷൻസ് ഉണ്ട്, കുറേ ആക്സസ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഒരു 10 വിഭവം വെച്ച് കഴിഞ്ഞാൽ അതിന് ഏത് കഴിക്കണം എന്ന് അറിയത്തില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. മറ്റേത് ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. ഫോർ എക്സാമ്പിൾ ഗ്ലോബലൈസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതൊരു സൈഡ്. ഇപ്പോൾ വന്ന സമയത്ത് ഇപ്പോൾ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് മ്യൂസിക് വന്ന സമയത്ത്, സിന്ത് പോലത്തെ ഇൻസ്ട്രുമെന്റ്സ് വന്ന സമയത്ത് അതിന് ലിമിറ്റഡ് യൂസ് ആണ്, അതിനകത്ത് ഒത്തിരി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ശരിക്കും ഇതിനെ അറിയുന്ന ആൾക്കാർ, ഇപ്പോൾ നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മളിപ്പോൾ പറയുന്ന പോലെ ഇപ്പോൾ സന്തോഷ് നാരായൺ സാറാണെങ്കിലും പലരും അവർ വളരെ ലിമിറ്റഡ് ആയിട്ട് അവർക്ക് എന്തിലാണ് ഏറ്റവും മാക്സിമം അവർക്ക് പെർഫെക്ഷൻ കൊണ്ടുവരാൻ പറ്റും അത് മാത്രം എടുക്കും. ഇപ്പോൾ റഹ്മാൻ സാറും അങ്ങനെയാണ്. എന്ന് വെച്ചാൽ അതിപ്രസരം എന്ന് വെച്ചിട്ട് അവർ ഒന്നിനെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യാതെ യൂസ് ചെയ്യത്തില്ല. നമുക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ട് അതാണ്. നമ്മൾ ഒത്തിരി ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യാതെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുറേ മെസ്സപ്പ് ചെയ്യും. അപ്പോൾ ഏതിലെങ്കിലും ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡി, ഒരു നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാക്സിമം അതിന്റെ ബെസ്റ്റ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ അമ്മ ഇത്രയും ഇച്ചിരി ഇങ്ങനത്തെ എന്താ പറയാ മെലഡി അല്ലെങ്കിൽ ക്ലാസിക് ടൈപ്പ് ഓഫ് മ്യൂസിക്സ് ആ പാടിയത്. മോൾ എനിക്കൊരു കുറച്ച് ഒരു വെസ്റ്റ് ഇരുന്ന് പോയി കേട്ടോ. എനിക്ക് വയ്യ, അസലായിട്ട് പാടി. ഇപ്പം ഇത് പാടിയപ്പം നമുക്ക് ഈ ഒരു അമൃത ചാനൽ എന്തെങ്കിലും ഒരു ഓർമ്മ തന്നിട്ടുണ്ടോ? ഉറപ്പായിട്ടും. ഐ തിങ്ക് യു ഹാവ് ടു ഗോ ബാക്ക് അല്ലേ കുറച്ച്. ഒരു അമൃതയുടെ ഗ്ലോബൽ സൂപ്പർ സ്റ്റാർ ഞാൻ ഐ തിങ്ക് ടോപ്പ് 11 അങ്ങനെ അതുവരെ എങ്ങാണ്ടും എത്തി. പിന്നെ ഞാൻ ക്വിറ്റ് ചെയ്തു. എനിക്കൊരു ഷോ പുറത്ത് റീന്യൂ എന്ന് പറഞ്ഞിട്ട് മൊറീഷ്യസ് ഐലൻഡ്സിന്റെ അടുത്ത് ഒരു ഫ്രഞ്ച് ടെറിട്ടറി ഉണ്ട്, അവിടെ ഒരു ഷോ വന്നപ്പോഴത്തേനും എനിക്കത് ക്വിറ്റ് ചെയ്യാതെ നിവർത്തിയില്ലെന്നായി. നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന അതുവരെ. പക്ഷെ അത് പ്രീ കമ്മിറ്റഡ് ഒരു ഷോ ആയിരുന്നു, പെട്ടെന്ന് വന്നു. അപ്പോൾ അത് കമ്മിറ്റഡ് ആയതുകൊണ്ടും അവർ വിസ എല്ലാം പ്രോസസ് ചെയ്തുകൊണ്ട് അവർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല വേറെ ആരെയും. അതെല്ലാം വിമൻ, ഓൾ വിമൻ ഒരു ഷോ ആയിരുന്നു. മായ വർമ്മ എന്ന് പറഞ്ഞൊരു വീണ പ്ലെയർ ഇവിടുന്നാണ്. അപ്പോൾ അവരുടെ കൂടെ ആയിരുന്നു പോയത്. പക്ഷെ അവിടെ പോയ ശേഷം വേറെ പല ആർട്ടിസ്റ്റിനെ മീറ്റ് ചെയ്തു. ദേബശിഷ് ഭട്ടാചാര്യ എന്ന് പറഞ്ഞൊരു അസാധ്യ ഒരു സ്ലൈഡ് ഗിറ്റാറിസ്റ്റ്, അദ്ദേഹം ഗ്രാമി നോമിനിയൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ബാൻഡിൽ പിന്നീട് വായിക്കാൻ പോയി. അങ്ങനെ അതിനുശേഷം പിന്നീട് ആ ഒരു തലത്തിൽ ഒരു വളർച്ച ഉണ്ടായിരുന്നു. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പാരമ്പര്യമായിട്ട് തന്നെ മൂക്കാ കഴിവ് കിട്ടി. അപ്പൂപ്പൻ, അമ്മ, മോള്. ചേട്ടൻ പാടുവല്ലേ? ചേട്ടൻ നല്ലതായിട്ട് പാടും. ഉള്ളതിൽ ഏറ്റവും പാഷനേറ്റ് അച്ഛനാന്ന് പറഞ്ഞു. ഭയങ്കര പാഷനാ. ഓ അത് ശരി. അച്ഛനൊരു മൾട്ടിഫേസറ്റഡ് ഒരു വ്യക്തിയാണ്. അച്ഛൻ എഴുതി നന്നായിട്ട്. അച്ഛൻ ഗിറ്റാർ വായിക്കുമായിരുന്നു, തബല വായിക്കുമായിരുന്നു, നാനയുടെ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് സ്ക്രീൻ പ്ലേക്കൊക്കെ. ചേച്ചി ശരിക്കും നമുക്ക് ഓരോ കാര്യത്തിനും ഇപ്പൊ ഇന്ന കാര്യത്തിന് നമ്മൾ സ്പെസിഫൈ ചെയ്യത്തില്ല, ഓരോ കാര്യത്തിനും ഉണ്ട് ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയും. ഇപ്പൊ ദൈവാധീനം എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുകയല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈശ്വരൻ അടുത്ത് വരുന്നത് സംഗീതവുമായിട്ടായിരിക്കണം. ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ദൈവാധീനം, അയ്യോ അയ്യോ ദൈവാധീനം കൊണ്ട് അങ്ങനെ സംഭവിച്ചേ എന്നൊക്കെ അതോ ഉണ്ട് കേട്ടോ? ഒട്ടനെ മോളെ നോക്കി എന്ത് പറയും ഒത്തിരി ഉള്ളിടത്ത് ഏതെങ്കിലും ഒന്ന് ചേച്ചി പറഞ്ഞ. അങ്ങനെയല്ല, എല്ലാം ദൈവാധീനം. എൻ്റെ ലൈഫിലെല്ലാം ദൈവാധീനം തന്നെയാണ്. അത് എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയത്, ഇങ്ങനത്തെ മക്കളെ കിട്ടിയത്, അത് എൻ്റെ ഏറ്റവും വലിയ ദൈവാധീനം. വെച്ചാൽ
കല്യാണത്തിന് മുമ്പ് എന്നെ അച്ഛൻ പാടാൻ ഫിലിമിലൊന്നും പാടാൻ സമ്മതിച്ചിരുന്നില്ല. പുള്ളിക്ക് ഇങ്ങനെ കോളേജിലൊക്കെ പഠിക്കുക, ജോലിയാകുക, ഭദ്രമായിട്ടൊരു കുടുംബം, അത് മതി. മറ്റേ ഫിലിം ഫീൽഡൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആഗ്രഹം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളൊരു നോർമൽ ലൈഫ് മാറിപ്പോവും. ഫുള്ളി ആ ഒരു പ്രൊഫഷണൽ അങ്ങനത്തെ ഒരു ഇതിലായി പോകും എന്നുള്ള ഒരിത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പാടണം എന്ന് ആഗ്രഹമല്ല, വേറെ എനിക്ക് ഗ്ലാമറോ അതിലല്ല, എനിക്ക് പാടാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇപ്പോൾ MG രാജേഷിൻ്റെ വൈഫ് പത്മേച്ചി എപ്പോഴും അരുന്ധതിയെ പിന്നെ സിനിമയിൽ തന്നെ പാടിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വേണം കല്യാണം കഴിക്കാൻ, അങ്ങനെ ശപിച്ചു. ആ ശാപം ഏറ്റതുപോലെ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ശരിക്കും ഹസ്ബൻഡ് അനിയൻ കല്യാണം കഴിച്ചിട്ടും ഹസ്ബൻഡ് ഇങ്ങനെ പ്രൊഫഷണൽ സിംഗർ അല്ലെങ്കിൽ ഡാൻസർ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരുന്നു. ലവ് മാരേജ് ഒന്നും അല്ല കേട്ടോ. അല്ല അറിയില്ല, ഇല്ല അറേഞ്ച്ഡാണ്. ഇങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ലവ് ചെയ്യാനോ? എൻ്റെ അമ്മ, ഞങ്ങൾ 2 ലേഡീസ് പിന്നെ ഗേൾസ് ആണ്, പെൺകുട്ടികളാണ്. ആരെങ്കിലും നോക്കാൻ തന്നെ പേടിയാ. അപ്പോൾ അങ്ങനെ അറേഞ്ച് മാരേജ് തന്നെയാണ്. പിന്നെ അപ്പോൾ പുള്ളിക്ക് അതിനുശേഷം ഫുള്ള് ഞാൻ ഇതിൽ പിന്നെ ഞാൻ മദ്രാസിൽ പോയതും ഈ പാട്ടൊക്കെ പാടിയതും അതെ, ഫുൾ സപ്പോർട്ട് എപ്പോഴും അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് കുട്ടികളുണ്ടെങ്കിലും കുട്ടികൾക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ എപ്പോഴും ഇവരുടെ ഒരു ജനറേഷൻ എൻ്റെ ഒപ്പം ഉണ്ട് എന്ന് ഉള്ളത്, എൻ്റെ ജനറേഷനുള്ള മ്യൂസിക്കിൻ്റെ വാല്യൂസ് അവർക്കറിയാനും ഇപ്പോൾ പുതിയ പല സോങ്സും വരുമ്പോൾ അവരെന്നെ കേൾപ്പിക്കും, അമ്മ ഇത് കേൾക്കും. അപ്പോൾ എനിക്ക് അതിൻ്റെ മെച്ചം എന്തൊക്കെയാണ്, നല്ല ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് എനിക്ക് നല്ലോണം അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് എപ്പോഴും ഇതിനെപ്പറ്റി സമയം കിട്ടില്ല, ഇവർ കിട്ടില്ല, കിട്ടുമ്പോഴൊക്കെ ഇതിനെപ്പറ്റി ചർച്ചയും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ നല്ലൊരു മ്യൂസിക്കൽ അറ്റ്മോസ്ഫിയർ ഈശ്വരൻ തന്നത് തന്നെ ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹം. പിന്നെ ജോലിയാണെങ്കിലും എനിക്ക് ഈ ഫീൽഡിൽ തന്നെയാണ്, കോളേജിലാണെങ്കിലും എപ്പോഴും മ്യൂസിക് കൈകാര്യം ചെയ്യാൻ കിട്ടുന്നു. എല്ലാം എനിക്ക് അനുഗ്രഹം തന്നെയാണ്. എനിക്കല്ലാതെ ഒന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എന്നും ട്രെയിനിലാണ് കൊല്ലത്ത് പോകണ, ദിവസം പോയി വരും. അപ്പോൾ ശരിക്കും ചിലതിനൊന്നും പ്രിപ്പയർ ചെയ്യാൻ പോലും പറ്റില്ല, വോയിസ് കെയർ ചെയ്യാൻ പറ്റില്ല. അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക്. ഇങ്ങനെ കാറ്റൊക്കെ അടിച്ച് ക്ലാസ് എടുത്ത തിയറിയൊക്കെ എടുക്കുമ്പോൾ സ്ട്രെയിനാണ് നമുക്ക്, പ്രാക്ടിക്കലിനേക്കാളും സ്ട്രെയിൻ. ഇതെല്ലാം കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു പെർഫോമൻസ് വന്നു കഴിയുമ്പോൾ അതൊന്നും വലിയ ഇതില്ലാത്ത രീതിയിൽ ഇങ്ങനെ അത് അനുഭവിച്ചിട്ടുണ്ട് കുറേ പ്രാവശ്യം. ആ ഈശ്വരാനുഗ്രഹം തീർച്ചയായിട്ടും. അപ്പൊ ഭഗവാൻ കൂടെ ഉണ്ട് ചേച്ചിയുടെ കൂടെ. തീർച്ചയായിട്ടും. അതാണ്. ചേച്ചി ശരിക്കും എപ്പോഴാണ് ഡോക്ടറേറ്റ് എടുത്തേ? ഞാൻ 2004 അവാർഡ്. 2004 ഏത് വിഷയത്തിലാ? അതായത് ശ്രുതി ഗമകം എന്ന് പറയുന്ന വളരെ സട്ടിലായിട്ടുള്ള മ്യൂസിക്കിൻ്റെ ഏറ്റവും ജീവനായിട്ടുള്ള ഒരു സാധനം. ഫുൾ ആ ടോപ്പിക് ദ കോൺസെപ്റ്റ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ശ്രുതീസ് ആൻഡ് ഗമകാസ് ഇൻ സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്. അതിനെപ്പറ്റി കൃതികളുടെ അനാലിസിസും ആ ഗമകങ്ങൾ എങ്ങനെയാണ്, ശ്രുതികൾ എങ്ങനെയാണ്, ഓരോ കീർത്തനങ്ങളിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ എക്സ്റ്റെൻറ്റ് എങ്ങനെയാണ്, അതുകൊണ്ട് രാഗങ്ങൾ എങ്ങനെ ചേഞ്ച് ആവുന്നു, വളരെ കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു ഇതാണ്. ഓക്കെ. അമ്മ പാടിയ പാട്ടില് മോക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? അത് മോള് പാടിത്തരികയും വേണം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്. എത്ര പൂക്കാലം തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഓഫ് കോഴ്സ് അത് ലാൻഡ് മാർക്ക് സോങ് ആണ്. എപ്പോഴാണെങ്കിലും അത് ഞാൻ പാടാൻ മുതിരാറേ ഇല്ല, അടുത്ത് പോലും വരില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇപ്പോഴും ഞാൻ എത്രയോ വട്ടം ലൂപ്പ് ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്ക് അറിയാതെ ദേവി ഭഗവതി എന്ന് പറഞ്ഞൊരു ഡിവോഷണൽ ഒരു സോങ്. നമുക്ക് ഡിവോഷണൽ ഒരു ഫോർമാറ്റ് ഉണ്ട്. സാധാരണ നമ്മളിപ്പോൾ ഏത് മലയാളം ഡിവോഷണൽ കേട്ടാലും നമുക്കറിയാം. സാറത് അറേഞ്ച് ചെയ്തേക്കുന്നതും സാറത് കമ്പോസ് ചെയ്ത രീതിയും ഭയങ്കര ഹിന്ദുസ്ഥാനി ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് കമ്പോസ് ചെയ്തതാണ്. ഇപ്പോഴും ഞാനത് ഇരുന്ന് കേൾക്കും, ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഇത് പാടാം, ഞാൻ ആ ഡിവോഷണൽ സോങ് പാടാം. ദേവി ഭഗവതി മായാരൂപിണി ജഗന്മയി ദേവി ശുഭകരി ലീലാകാരിണി ദയാമയി നീ സ്വരമന്ത്രവീണയിൽ മംഗളേ പ്രണവനാദമായുണർന്നുവോ ശ്രീദേവി ഭഗവതി മായാ രൂപിണി ജഗന്മയി. ആഹാരം വേണം, പാടണം. പാടിത്തരം. ഇത് സ്വാതിരുന്നാളിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു തില്ലാന, എല്ലാവർക്കും അറിയാം, കേട്ടാൽ അറിയാം.
गीतधुनि कुतकधी नदृकिडतो नाचिरः घोरितान्वितं तै तिरगतं गीतधुनि कुतकधी नदृकिडतो नाचिरः घोरितान्वितं तैरत्तै तिरगतं गीतधुनि कुतकधी नदृकिडतो नाचिरः घोरितान्वितं तैरते तिरगतं गीतधुनि कुतकधी धुनि कुतकधी धुनि कुतकधी. മതി. അപ്പൊ നമുക്ക് ആഹാരം കഴിക്കാം. Yes. ഇനി ദൈവമേ ഇത് കഴിച്ചിട്ട് വേണം ചേച്ചി അതിന്റെ അഭിപ്രായം പറയാം. പാചകം എന്ന് പറഞ്ഞാ ചേച്ചി എന്തോരം നല്ലതായിട്ട് പാചകം ചെയ്യും ഇല്ലടോ? നന്നായിട്ട് പാചകം ചെയ്യും. മക്കളെല്ലാരും പറഞ്ഞാ മതി, എല്ലാവർക്കും അറിയാം. ചേച്ചി നല്ലൊരു സ്പെഷ്യൽ എന്നെ കണ്ടാൽ അറിയാന്നല്ലേ ഉദ്ദേശിക്കുന്നത്? ഉറപ്പല്ലേ? അതിൽ ഞാനും ഒട്ടും കുറവൊന്നുമില്ല. ചേച്ചി ശരിക്കും വെജിറ്റേറിയനിൽ ഏറ്റവും ബെസ്റ്റ് ഏതായിരിക്കും? അമ്മ വെജിറ്റബിൾ കറി അസലായിട്ട് ഉണ്ടാക്കുന്ന അമ്മയുടെ നാട്ടിലൊരു പൊടിക്കായ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്ലീസ്, ഞങ്ങൾ പാവങ്ങളല്ലേ, ഞങ്ങൾ കുറച്ച് പ്രേക്ഷകർക്ക് കറി ഇല്ലാതെ വിഷമിക്കുന്നു. ഒന്നും ഇല്ലെങ്കിൽ അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചു പറയും. എന്നുവെച്ചാൽ പുറത്ത് എവിടെയെങ്കിലും നിൽക്കുമ്പോഴത്തേക്കും ചാരു തേങ്ങാപ്പാൽ മേടിച്ചിട്ട് വരുമെന്ന് പറയും. അത്രേ എനിക്ക് അറിയത്തുള്ളൂ. പിന്നെ ബാക്കി അങ്ങനെയല്ല, ഉള്ള വെജിറ്റബിൾസ് സാധനം എന്തെങ്കിലും ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ ഉള്ളി, ഗ്രീൻ പീസ് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന. ഇനിയിപ്പോ ഞാനും ഒരു അസൽ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇത് അടിപൊളി. അടിപൊളി. ചേച്ചി ഉദ്ദേശിച്ച സാധനം തന്നെയാണോ? അത് തന്നെയാ. താങ്ക് യു. ഇനിയിപ്പോ ധൈര്യമായിട്ടിരിക്കാലോ. അടിപൊളി. നമ്മളിത് കഴിച്ചിട്ടേ മാറാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു എനിക്ക്. സന്തോഷമേ ഉള്ളൂ ചേച്ചി. ഞാൻ ഇനി ചപ്പാത്തി കൂടെ കൂട്ടി. അതെ അതെ. ടു സ്പൈസി അല്ലല്ലോ? ഇല്ല, വളരെ കറക്റ്റ്. അതാ എനിക്കും ഈ പറഞ്ഞ പോലെ മോളെ ഒരുപാട് സ്പൈസ് ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് ആ കറിയുടെ സ്വാദ് മനസ്സിലാക്കാൻ ഒക്കെയല്ല. നമ്മളിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നല്ലാതെ ഒന്നും അതിന്റെ ആ ടേസ്റ്റ് മനസ്സിലാവും. അപ്പൊ എപ്പോഴും ഞാനും പറയുന്നത് ഉപ്പും പുളി എരിവും ഇച്ചിരി കുറഞ്ഞിരുന്നാലല്ലേ നമുക്ക് അത് കഴിക്കാൻ പറ്റും ആസ്വദിച്ച്. മറ്റത് ഒക്കുകയല്ല. ഏറ്റവും വെച്ചാൽ ഓരോ ആ വെജിറ്റബിൾസിന്റെ ക്വാളിറ്റിയെ പോകും. നമ്മൾ ചുമ്മാ ഈ മസാലയുടെ ഇത് മാത്രമേ മുമ്പിൽ നിൽക്കും. കറക്റ്റാ. പിന്നെ ഏറ്റവും രസം നോൺ വെജ് ഒരുപാട് ഉണ്ടാക്കുന്ന ഒരാൾ ഇത് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് ഡബിൾ കൺഗ്രാജുലേഷൻ. താങ്ക് യു. അല്ല, പലർക്കുമേ ഈ നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ അവര് വെജ് ഞങ്ങൾക്ക് അത്രയ്ക്ക് അറിയില്ല എന്ന് പറയും ഉണ്ടാക്കാൻ. മാത്രമല്ല വെജിന് ടേസ്റ്റ് ഇല്ലെന്ന് പറയാം. എൻ്റെ അടുത്ത് എത്രയോ ഫ്രണ്ട്സ്, എനിക്ക് നോൺ വെജ് കഴിച്ച് അറിയില്ല, പക്ഷേ വെജിന് ടേസ്റ്റ് ഇല്ല, വെജിൽ എന്തുണ്ട് എന്ന് ചോദിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് പുറത്തുണ്ട്, സ്വീഡനിലുള്ള. ഞങ്ങളെല്ലാവരും കൂടുതലും വീഗൻസ് ആണ്, വെജിറ്റേറിയൻസ് പോലും അല്ല. അവർ മിൽക്ക് പ്രോഡക്ട്സ് പോലും കഴിക്കില്ല, പനീർ അങ്ങനെ ഒന്നുമില്ല. ചീസ് ഇല്ല, പുറത്തായതുകൊണ്ട്. പിന്നെ ചീസ് എന്ന് വെച്ചാൽ ചീസ് ബട്ടർ എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഫുഡിൻ്റെ ഒരു മെയിൻ ഐറ്റമാണ്. അതിന് പകരം അതൊന്നും അവോയ്ഡ് ചെയ്തിട്ട് ചീസ് ബാക്കി ഇപ്പോൾ മറ്റേ സോയ് ചീസ് കിട്ടും, കോക്കനട്ട് ചീസ് കിട്ടും, അതുപോലത്തെ പല കാര്യങ്ങളും കിട്ടും. അതൊക്കെ വെച്ചാൽ അവർ കഴിക്കുന്നത്. അപ്പോൾ ബട്ടർ ഇല്ല, പകരം മാർജറിനോ മറ്റേ സൺഫ്ലവർ ഓയിലിന്റെ ബട്ടറൊക്കെ കാണും, അതൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ടോഫു യെസ്, സോയ അല്ലേ, മിൽക്ക് പ്രോഡക്റ്റ് അല്ല, മീൻസ് മറ്റേ ഡയറി പ്രോഡക്റ്റ് അല്ല. ഡയറി എല്ലാ പ്രോഡക്ട്സും അവോയ്ഡ് ചെയ്യും വീഗൻ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവര് വെജിറ്റേറിയൻസും വീഗൻസും ആയിട്ട് പിന്നീട് അവർക്ക് മീറ്റിന്റെ സ്മെല്ല് പോലും പറ്റത്തില്ല എന്ന് പറയും. അപ്പൊ അല്ലേ പലരും നമ്മുടെ ഇതിൽ വ്രതമൊക്കെ എടുക്കുന്നവരെ കുറെ നാള് പിന്നെ ഇതൊക്കെ നോൺ വെജ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇത്രയും കാലം കണ്ടതില് നോൺ വെജ് ഇപ്പം വ്രതമൊക്കെ എടുക്കുന്ന സമയത്ത് നോൺ വെജ് കാണത്തില്ല എന്ന് പറഞ്ഞുള്ള മനസ്സിൽ ഞാൻ കണ്ടിട്ടില്ല. വ്രതം ഒന്ന് തീർന്നിട്ട് വേണം ഒന്ന് കഴിക്കാൻ പോകുന്നവരെ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളൂ. ഇന്ന് 5 ആയുള്ളൂ, ഇനി കിടക്കുന്ന ഇത്രയും ദിവസം, അങ്ങനെ പോകുന്നവരെയാണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത്. അല്ലാതെ ചേച്ചി പറഞ്ഞ പോലെ കുറെ പേര് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചാരുവിന്റെ ഒരു ഫ്രണ്ട്, ചാരുവിന്റെ ഒരു
ഇൻഫ്ലുവൻസ് അല്ല, പറഞ്ഞ ശേഷം അവരുടെ വീട്ടിലൊക്കെ വെക്കും. അവള് പിന്നെ അവളെ ആ കുട്ടി കഴിക്കില്ല. ഇല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്വയം പറയുന്നത് ഇപ്പം ഞാനൊരു ബ്രാഹ്മിൻ ആയതുകൊണ്ടോ ഹിന്ദു ആയതുകൊണ്ടോ അവോയ്ഡ് ചെയ്യുന്നതല്ല. എനിക്ക് എത്തിക്കൽ റീസൺസ് ഉണ്ട്. ആൻഡ് ഇതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ദൂഷ്യങ്ങൾ ഞാനും അനിയനും എപ്പോഴും വായിച്ചറിയാറുണ്ട്. എന്നാന്ന് പറഞ്ഞ മോളെ ഞങ്ങളും കൂടെ ഒന്ന് അറിയട്ടെ അതിനെ പറ്റിയൊക്കെ. എൻവയൺമെന്റിൽ ഏറ്റവും കൂടുതൽ ഹസാർഡ് ഉണ്ടാക്കുന്നതാണ് കാറ്റിൽ ഹസ്ബൻഡറി ഫുൾ ആ ഒരു സെക്ഷൻ മൊത്തം. കാരണം ഏറ്റവും കൂടുതൽ വാട്ടർ കൺസംഷൻ വരുന്നത് കാറ്റിൽ റേസിംഗിനാണ്. അതുപോലെ ഏറ്റവും വേസ്റ്റ് ഉണ്ടാക്കുന്നതും അതാണ്. പിന്നെ ഇവരിന് കുത്തിവെക്കുന്ന ഹോർമോൺസ്, ശരിക്കും പറഞ്ഞാൽ പശുവിന്റെ പാല് കറക്കാൻ വേണ്ടിയിട്ട് പശുവിനെ ഇംപ്രഗ്നേറ്റ് ചെയ്യാണ്, അതിന്റെ താല്പര്യം പോലും ഇല്ലാതെ. അപ്പൊ അതിന്റെ കുട്ടിയെ പുറത്തെടുക്കുന്നതും ഈ ഇതുപോലെ എന്ന് വെച്ചാൽ എല്ലാം ഫോഴ്സ്ഡ്. ഇറ്റ്സ് നോട്ട് എ നാച്ചുറൽ പ്രോസസ്. ഒരിക്കലും അല്ല. ഒരു ഹാപ്പി കൗസ് മിൽക്കാ കുടിക്കുന്നത് നമുക്ക് ഒരിക്കലും അഷ്യൂർ ചെയ്ത് പറയാൻ പറ്റത്തില്ല. അനിയന് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ശരിക്കും ഒരു ഫാമിൽ നിന്നാണ് പാല് മേടിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ അഷ്യൂർഡ് ആയിട്ട് അറിയാം ദാറ്റ് അവിടെ തിങ്സ് ആർ ടേക്കൻ കെയർ ഓഫ്. അപ്പം അങ്ങനെ മിൽക്ക് പ്രോഡക്ട്സ് ഇപ്പോൾ ഓർഗാനിക് അല്ലെങ്കിൽ എക്കോളജിക്കൽ ബയോഡൈനാമിക് മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടെന്ന് വെച്ചാൽ ഇത് ആരെയും ഉപദ്രവിച്ച് കഴിക്കുന്ന ഒരു ഭക്ഷണമല്ല. അത്രേ ഉള്ളൂ. ഞാൻ പറയുന്ന വേറൊന്നുമല്ല. ഒന്നിന്റെ വിഷമോ ശാപവും കഴിക്കണ്ടല്ലോ. ഒരു എനർജി ലെവലിൽ ഭയങ്കര വ്യത്യാസമാണ്. സത്യം. ഇത് ചിലപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ചിലർക്കൊക്കെ തട്ടിന്നിരിക്കും. എനിക്ക് ചെറുതായിട്ട് എവിടെയോ തട്ടി, ചിലപ്പോൾ 5 മിനിറ്റ് മാഞ്ഞു പോയെന്നിരിക്കും. അതും പറയാൻ പറ്റത്തില്ല. അതാ ശരിക്കും നമ്മൾ അത്രയും ഡീപ്പായിട്ടൊന്നും നമ്മൾ തിങ്ക് ചെയ്യുന്നില്ല. ഇതേപോലെ മോളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലും ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ടോക്ക് വരാറുണ്ട്? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് അമ്മു എന്നാ പേര്. പുള്ളിക്കാരി മാറിയത് ശരിക്കും ഞാൻ മാത്രം ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടല്ല. അവൾ വേർജ് ഓഫ് ചേഞ്ചിലുള്ളപ്പോഴത്തേക്കും ഞങ്ങൾ ഇതിനെക്കുറിച്ച് കുറേ ഡിസ്കസ് ചെയ്യും, ഇതിൻ്റെ ആർട്ടിക്കിൾസ് കുറേ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ എന്നാ ചേച്ചി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മാറിയത്. പിന്നെ അവള് കഴിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ. പക്ഷേ ഞാൻ പോലും വീഗൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കണ്ടത് പുറത്ത് പോയ ശേഷമാണ്. അപ്പോഴാണ് ഞാനും ഇത് അറിയുന്നത്. അപ്പം എൻ്റെ എത്രയോ ഫ്രണ്ട്സ് ഞാൻ അവിടെ പോകുമ്പോഴത്തേനും തന്നെ വീഗനാ. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഇങ്ങനെയും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവര് പക്ഷെ ഒരു കാര്യം വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയെമാര് തന്നെയാ ഇവരെ ഫ്രണ്ട്സൊക്കെ. ഭയങ്കര രസമാണ്. അവർ തന്നെ പ്ലേറ്റ് എല്ലാം കഴിയും. അവര് നമ്മുടെ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കും. അവര് കോഫി ഉണ്ടാക്കി കഴിക്കും. എന്നുവെച്ചാൽ അവരൊരു ഗസ്റ്റിനെ പോലെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴും ഞങ്ങൾ ഫുഡ് മേടിക്കും. ലൈക്ക് എന്താ പറയാ, ഗ്രോസറി ഷോപ്പിൽ പോയി ഞങ്ങൾ തന്നെ മേടിക്കും, ഞങ്ങൾ തന്നെ കുക്ക് ചെയ്യും. അപ്പൊ അവരില്ലാന്നുണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പോകും. ഇവിടെ പണ്ടത്തെ നാടൻ രീതി എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവരില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് താക്കോല് വെച്ചിട്ടൊക്കെ പോകും. എൻ്റെ സെക്കൻഡ് ഹോം, എൻ്റെ സെക്കൻഡ് ഫാമിലി എന്ന് ഞാൻ പറയും. സ്വീഡനിലെ 2-3 ഫ്രണ്ട്സിൻ്റെ ഫാമിലീസൊക്കെ ഇപ്പോൾ ഒരു താക്കോല് വെച്ചിട്ട് പോകും. ഞാൻ വിളിച്ച് പറയും ഞാൻ ഇന്ന ദിവസമാണ് വരുന്നതെന്ന്. അത് ഞങ്ങൾ ഇവിടെ ഇല്ല, താക്കോൽ എടുത്തോ അകത്ത് പോയിക്കോ, എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കിയോ, ഭക്ഷണം വെച്ചിട്ട് പോക്കോ, എന്താന്ന് വെച്ചാൽ ഈ പൊങ്കാല സമയത്തൊക്കെ 1-2 പേര് വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഭയങ്കര അവളുടെ ബർത്ത്ഡേ അന്നായിരുന്നു പൊങ്കാല. ഒരു ഫ്രണ്ടിന്റെ അപ്പൊ അവര് നമ്മുടെ ഈ ഒരു കൾച്ചറും ട്രഡീഷനും ഒക്കെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടം. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൊങ്കാലയൊക്കെ അവരിങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഭയങ്കര എന്നുവെച്ചാൽ എപ്പോഴും എന്താ പറയാ, ഒരു നമുക്കൊരു ഫീമെയിലിന് സ്ട്രെങ്ത് ഇല്ല. ഫെമിനിസത്തിന്റെ ഒരു ടൈം അല്ലേ ശരിക്കും പറഞ്ഞ പൊങ്കാല. എന്താണ് വേറെ ഒരു രാജ്യത്തും ഇല്ലാത്തൊരു ഫെസ്റ്റിവലാണ്. സ്ത്രീകൾക്ക് വേണ്ടി ദേവി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ ഉള്ളൂ, പുറത്തൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു ഫീമെയിൽ എനർജി അല്ലെങ്കിൽ ഒരു ഫെമിനിൻ പവറിന് അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു ഫെസ്റ്റിവലാണത്. അപ്പോൾ ആണുങ്ങളാണെങ്കിലും ശരിക്കും നമുക്കുള്ള ഹെൽപ്പാണ് അവർ ചെയ്തു തരുന്നത്. ഭക്ഷണം ഉണ്ടാക്കുവാണെങ്കിലും ഉച്ചത്തെ ഭക്ഷണം വീട്ടിലുണ്ടാക്കണ്ടല്ലോ, ഓരോ സമിതിക്കാരും സംഘക്കാരും ഒക്കെ ഉണ്ടാക്കുവാണ് അന്നത്തെ ദിവസം ഭക്ഷണമൊക്കെ. അപ്പോൾ വലിയൊരു എംപവർമെന്റിന്റെ അതിശയമായിരിക്കും അല്ലെ ഇങ്ങനെയൊക്കെ. അതിനെ പറ്റി കൂടുതൽ പഠിക്കും. അത് ശരിയാ. ചേച്ചി ഇപ്പൊ റിട്ടയർ ആയിന്ന് പറഞ്ഞില്ലേ, ഇനിയിപ്പോ ചേച്ചി എന്താ ചെയ്യുക? സംഗീതം മാത്രം മനസ്സിൽ വെച്ചിട്ട് കുട്ടികളെ വേറെ പഠിപ്പിക്കുന്ന എന്തെങ്കിലും ചേച്ചി പുതിയ? എനിക്ക് കുറച്ച് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് പഠിപ്പിക്കുന്നതല്ല, അല്ലാതെ തന്നെ വേറെ എന്തെങ്കിലും മ്യൂസിക്കൽ ഞങ്ങൾ ഒരുമിച്ച് 2 ജനറേഷൻ കൂടി ചേർന്നിട്ട് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. എനിക്ക് ശരിക്കും ഈ പെർഫോമിങ് ഇതിലാണ് കൂടുതൽ താല്പര്യം. മോള് ശരിക്കും സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്? ഞാൻ എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ്. ഞാൻ പുറത്തും പാടുന്നതിനാണ് കൂടുതൽ നിന്നിട്ടുള്ളത്. എനിക്ക് പെർക്കഷനും പാട്ടും കമ്പോസിങ് പ്രോഗ്രാമിംഗ് അറേഞ്ച്മെന്റ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മേഖല എന്നില്ല. പാട്ടും പെർക്കഷനുമാണ് എൻ്റെ അടിത്തറ. ഞാൻ എം ജയചന്ദ്രൻ സാറിന്റെ കൂടെ 2 വർഷം അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ അനിയൻ പാടി ഒരു വർക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഡോക്യുമെന്ററീസും ജിങ്കിളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. വർക്ക്
കുറേ ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ഓക്കെ, നല്ല കാര്യം. ടോട്ടലി ഇൻവോൾവ് ഇൻ മ്യൂസിക് അല്ലേ? അതെ അതെ. ശരിക്കും. അപ്പൊ ഇതിന്റെ ഇടയിൽ സൈക്കോളജി എവിടെ മറന്നുപോയോ? ഇല്ല, സൈക്കോളജി ഇപ്പൊ കുറച്ചൊക്കെ പഠിച്ചോ തന്നെ ഓർമ്മയുണ്ടാവോ അല്ലേ? പഠിക്കുന്ന കാലത്ത് ഭയങ്കര സീരിയസ് ആയിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു BA MA ഒക്കെ. അപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ മ്യൂസിക് നല്ല സീരിയസ് ആയിട്ട് വരുമ്പോഴത്തേനും പിന്നെ എല്ലാം കൂടെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഐ തിങ്ക് പാട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് അത്രയും നന്നായിട്ട് പഠിക്കാൻ പറ്റിയത്. എൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സിന് എല്ലാവർക്കും അറിയാം. അവർ ഒത്തിരി ഫ്രീഡം തന്നിട്ടുണ്ട് എൻ്റെ യാത്രയ്ക്കും പുറത്തു പോകാനും പെർഫോം ചെയ്യാനും അറ്റൻഡൻസും ഒക്കെ. അവര് മാക്സിമം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാ ശരിക്കും അതല്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ ഷൈൻ ചെയ്യാൻ പ്രയാസമാ ചേച്ചി. ശരിയാ, നമുക്ക് അതാണ് ഏറ്റവും ഒരു കുട്ടിയെ മനസ്സിലാക്കുന്നതാണ് ഒരു ഗുരുവിന്റെ ഏറ്റവും വലിയ. പിന്നെ അല്ലാതെ ആ ഒരു കഴിവ് കുഞ്ഞിനുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. അല്ലാതെ നമ്മളെ ഡിസ്കറേജ് ചെയ്ത് കഴിഞ്ഞാലില്ലേ നമ്മൾ തന്നെ തളർന്നു പോകും, സത്യം. എനിവേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ വന്നിട്ട് അമ്മയും മോളുമായിട്ട് ആദ്യമായിട്ട് ഇത്രയും നല്ലതായിട്ട് ഒരു കോമ്പിനേഷൻ പാടി. ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്റെ പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലായി ചേച്ചി ഇത്രയും സീരിയസ് ഒന്നും അല്ല കേട്ടോ. ചേച്ചി ഭയങ്കര അമ്മയും മോളും കൂടെ ഉള്ള വർത്താനം വരെ കേൾക്കണം. എന്നാ രസമാണെന്നറിയാവോ? ഇവിടുന്ന് ഒന്ന് അങ്ങോട്ട് സ്കോർ ചെയ്യുമ്പോൾ അവിടുന്ന് ഡബിൾ ഇങ്ങോട്ട് സ്കോർ ചെയ്യും. അങ്ങനത്തെ ഒരു ചേച്ചിയാ. എന്തായാലും ചേച്ചിയും സോ ഹാപ്പി ഇവിടെ വന്ന് ഇത്രയും നേരം എനിക്ക് പാട്ട് പാടി തന്നു. ഐ എം സോ ഹാപ്പി. താങ്ക് യു വെരി മച്ച്. മോൾക്ക് സ്പെഷ്യൽ താങ്ക്സ്. മാത്രമല്ല അല്ലുഡൂന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. വന്ന് ഞങ്ങൾക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ആയല്ലേ, അറ്റ്ലീസ്റ്റ് ഒരു താങ്ക്സ് പറയണ്ടേ അല്ലേ? ഞങ്ങളൊരു താങ്ക്സ് പറയണ്ടേ ഏതിനൊക്കെ എന്ന് പറയണ്ടേ? ചപ്പാത്തി കറി സൂപ്പർ കേട്ടോ. അപ്പൊ ധൈര്യമായിട്ട് ആര് വേണമെങ്കിലും വന്നാൽ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ വെജിറ്റേറിയൻ ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഉണ്ടാക്കാം.